നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എപ്പോഴും ഒത്തിരി കാലമായിട്ട് കാണിക്കാത്ത ഒരു ഐറ്റം കാണിക്കണ്ടേ, ബെഡ്ഷീറ്റ്, ബെഡ് സ്പ്രെഡ് അല്ലെങ്കിൽ ബെഡ്ഷീറ്റ്. പിന്നെ സാരിക്കകത്ത് നമ്മുടെ സെമി ടസറിൽ കാന്ത വർക്ക് ചെയ്ത സാരിയുണ്ട്, പിന്നെ സെമി ടസറിൻ്റെ സാരിയുണ്ട്. ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് നമുക്ക് സെമി ടസർ കാണാം. ആദ്യം സെമി ടസറിൻ്റെ അതിമനോഹരമായ ഒരു സാരി ഇത് കണ്ടോ. ഇതാണ് അതിൻ്റെ മുന്താണി എന്ന് പറയുന്നത്. കളറുണ്ടല്ലോ, ഒരു മുന്തിരി കളറാണ്. ഇപ്പോൾ കാണിക്കുന്ന രണ്ട് കളറാണ് കാണിക്കുന്നത്, രണ്ടും മുന്തിരി കളർ എന്ന് പറയാം. ഒന്നൊരു കോഫി ബ്രൗൺ ൻ്റെ ഒരു ഡാർക്ക് വരുന്ന ഒരു മുന്തിരിയുടെ ഒരു കളർ, നമ്മളുടെ സീഡ്ലെസ് മുന്തിരിയുടെ ഒക്കെ ഒരു കളറ്, ഒന്ന് ജ്യൂസ് മുന്തിരിയുടെ. ഞാൻ പറയുമ്പോൾ ഓർക്കും, ഇപ്പോൾ ഇനിയിപ്പോൾ ജ്യൂസ് മുന്തിരിയുടെ സീഡ്ലെസ് മുന്തിരിയുടെ എല്ലാം കളർ ഇപ്പം മെമ്മറിയിൽ ഇങ്ങനെ ഓർത്ത് കിടക്കുമല്ലോ, പോയി നോക്കിയിട്ട് വേണം കളർ മനസ്സിലാക്കാൻ. ഓർക്കരുതേ, പറയാനുള്ള എളുപ്പത്തിൽ പറയാം. ഒരു ഊഹം കണ്ടു പിന്നെ കാണുമ്പോൾ അറിയാലോ, അതും കൂടെ വെച്ചിട്ട് സാമ്യത നോക്കിയാൽ മതി. രണ്ടും ഒരേ ഡിസൈനാണ്, കളറിൽ ചെറിയ വ്യത്യാസം. ഇങ്ങനൊരു ബോർഡർ, ഇങ്ങനെ ഒരു കുഞ്ഞ് സിൽവർ സെറി പോകുന്നുണ്ട്. മുന്താണി വന്നിട്ട് ഇതേ ഇങ്ങനെ നല്ല ആർക്ക് കണ്ടാലും ഇഷ്ടം വരുന്ന ഒരു സാരി. ഇതുണ്ടോ, ഇത് വരും ബ്ലൗസ്. ഇതന്നെ ഇങ്ങനെ കൈ പൊക്കി കാണിക്കുന്നേ. ഞാൻ ഓർത്ത് ഞാനിവിടെ പൗസായിട്ട് നിൽക്കണം. അതെ, കണ്ടോ, ഇങ്ങനെ ഒരു ബുട്ട അതുണ്ട്. ഈ ബോർഡർ തന്നെ താഴെ സിമ്പിൾ ബട്ട് സൂപ്പർബ് അങ്ങനെ പറയാം. നല്ല സാരിയാണ്. ആ ടസറിൻ്റെ നല്ല ലുക്ക് തരുന്ന സ്റ്റഫുമാണ്. സെമി ടസറാണ്, നല്ല ടസറിൻ്റെ ഒരു നല്ല ഫീൽ ചെയ്യും. ഇതാണ് സാരി, ആദ്യത്തെ സാരി. ഇനി ഇതിൻ്റെ കളർ ഇതുണ്ട്, ഇതും തമ്മിലുള്ള കളർ വ്യത്യാസം ഇത് ഇച്ചിരി കൂടെ ഡാർക്ക്, ഇത് അത്രയും ഡാർക്കല്ല, രണ്ടും ഡാർക്ക് തന്നെ. ഇതും ഡാർക്ക് തന്നെയാണ്, പക്ഷെ ഒരു പൊടിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ അതല്ലേ. ഒരു മുന്തിരി കളർ എന്ന് പറയുമ്പോൾ പോലും അതിനകത്ത് എത്ര കളറുണ്ടെന്ന് നോക്കി. പച്ചയെന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര കളറുണ്ടല്ലേ. ഈ കറുപ്പിന് എത്ര കളറുണ്ടല്ലേ. നമ്മൾ ഓർക്കും കറുപ്പെന്ന് പറയുമ്പോൾ കറുപ്പ് എന്ന് മാത്രമേ മനസ്സിൽ വരുള്ളൂ, പക്ഷെ എന്തോരം വ്യത്യാസമുണ്ട്. നമ്മൾ കറുത്ത ടോപ്പിന്, ഇപ്പോൾ ടോപ്പിന് ഒരു കറുത്ത ബോട്ടം എടുക്കുന്നതെങ്കിൽ നമ്മൾ ടോപ്പില്ലാതെ കറുപ്പല്ലേ എന്നോർത്ത് പോയി എടുക്കും. പക്ഷേ എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ടേ. നോക്കുമ്പോൾ അയ്യോ ഭയങ്കര വ്യത്യാസമുള്ള ബോട്ടമായിരിക്കും മുണ്ടിയിൽ നിന്ന്, എല്ലാം കറുപ്പല്ലേ എന്ന് പറഞ്ഞ് അങ്ങ് എടുക്കും. അടുത്ത കളർ ഇത്, മുന്താണി ഇങ്ങനെ. അടുത്തത് അയ്യോ കാന്ത കോട്ടൺ അല്ല, കാന്ത വർക്ക് ചെയ്ത സാരിക്ക് ഭയങ്കര ഡിമാൻഡ് കേട്ടോ. സിമൻറ്റ് കളറൊക്കെ ചോദിച്ച് ഒത്തിരി ആൾക്കാരുണ്ട്. പേഴ്സണലി നമുക്ക് ഓരോരുത്തരെ അങ്ങനെ ഓർത്തിരിക്കുന്നില്ല ആരൊക്കെ എന്താ ചോദിച്ചതെന്ന്. സിമൻറ്റ് കളറിൻ്റെ സാരി റീസ്റ്റോക്ക് വരുമോ, വന്നിട്ടുണ്ടോ, കറുത്ത കളർ വന്നിട്ടുണ്ടോ എന്നൊക്കെ ഇടയ്ക്കെല്ലാം കിടക്കുന്നതാണ്. റീസ്റ്റോക്ക് വന്നതാണ്. പക്ഷെ എന്നെ പറഞ്ഞാൽ ഈ കാന്താവർക്ക് ചെയ്ത സാരിയുടെ ഡിസൈൻ, അതായത് ഇപ്പോൾ ഈ കാന്താവർക്കിൻ്റെ ഇങ്ങനെ വരുന്ന ഡിസൈൻസിൽ ഉറപ്പായിട്ടും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇതിനകത്തിട്ട് ഉപയോഗിച്ചിരിക്കുന്ന നൂലിൻ്റെ കളറുകളിലോ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നിങ്ങൾ അന്ന് കണ്ട അതേ സാധനം വന്നതെന്ന് പറയാം, അതായത് റീസ്റ്റോക്ക് എന്ന് ഞാൻ പറയുന്നില്ല, സെയിം സാധനം വന്നിട്ടുണ്ട്. പിന്നെ ആ ഡിസൈൻ്റെ വ്യത്യാസത്തിലൊന്നും വലിയ കാര്യമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് മുന്താണിയേ, ഇത് ബോഡി. ആ ടസറിൻ്റെ മെറ്റീരിയൽ വന്നേക്കുമ്പോഴേ ഭയങ്കര നല്ലൊരു ഭംഗിയാണത്. ഇതേ കൂടെ മഞ്ഞ കളറുള്ള ത്രെഡാണ് പോയിരിക്കുന്നത്. ഇങ്ങനെ നല്ല പെർഫെക്റ്റായിട്ട് ഫിറ്റായിട്ട് നിൽക്കുന്ന ത്രെഡാണ്, അല്ലാതെ ഇങ്ങനെ ഇത് കൊണ്ടൊന്നും ഉടക്കി പെട്ടെന്ന് പോരത്തില്ല. പിന്നെ അലക്ഷ്യമായിട്ട് യൂസ് ചെയ്ത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, പോകുമല്ല ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും പോകുന്നതല്ല. പിന്നെ സെമി ടസറാണ്, നമ്മൾ ഹാൻഡ് വാഷിന് പോകുന്നതിനെ പറ്റി ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. നമുക്കതിനകത്ത് ആധികാരികമായിട്ടൊന്നും പറയുന്നില്ല. നമ്മളുടെ ഓരോരുത്തർ സാരി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു യുക്തി ഉപയോഗിച്ച് ചെയ്തോളുക. ഇതിൻ്റെ മാനുഫാക്ചേഴ്സ് അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് ഒരു നിർദ്ദേശവും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ബ്ലൗസ് വന്നിട്ട് പ്ലെയിന്, കയ്യിൽ ഈ ഒരു ബോർഡർ. എനിക്ക് ഭയങ്കര പനിയുണ്ട്. ഇപ്പം ഞാനൊരു ഭയങ്കരമായിട്ട് വൈറൽ പനി പിടിച്ചിട്ട് ബോഡി പെയിനോടെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ഞാൻ ആരല്ലേ മുതൽ. ശരിക്കും ഇന്നലെ രാത്രി 1 മണിയായപ്പം വിറച്ച് തുള്ളി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്നാന്ന് പറയട്ടെ, ഒരു പ്രഷറൊക്കെ അങ്ങ് താന്നു പോയേ, എന്നിട്ട് കുഴഞ്ഞു വീണു പോകുന്ന പോലെ പോയി.
കൊഴിഞ്ഞു വീണ് പോകുന്നതെന്നൊക്കെ ആ പത്രത്തിലൊക്കെ വായിച്ച് കേട്ടിട്ടേ ഉള്ളൂ. നമുക്ക് ആ സെക്കൻഡിൽ നമുക്ക് തോന്നും ഇനി ഒന്ന് അതുപോലത്തെ ഒരു അവസ്ഥയാണ്. തണുത്ത് കയറി. അപ്പോഴത്തേനും പെട്ടെന്നൊരു ഛർദി വന്നു. അങ്ങനെ വന്നു. പിന്നെ രാത്രിയിൽ ആശുപത്രിയിൽ പോയി ട്രിപ്പൊക്കെ ഇട്ട് രാവിലെ വന്നു. ഇപ്പം പനിയൊക്കെ പോയി. പക്ഷെ നല്ല ബോഡി പെയിനാണ്. വൈറൽ പനി ആയതുകൊണ്ടേ ബോഡി പെയിൻ എത്ര പെട്ടെന്ന്. ഇതും അത് സെയിം ആണോ? കളർ വ്യത്യാസമുണ്ടല്ലേ? ആ അതിൻ്റെ ഇത് സെയിമാ? അല്ല, മുന്താണിയുടെ ഡിസൈനിലോ? ആ ശരിയാ, മുന്താണിയുടെ ഡിസൈനിലുള്ള ചെറിയ വ്യത്യാസമുള്ളൂ കേട്ടോ. അത് തന്നെ ഈ കാന്താ വർക്കിൻ്റെ സാരി ചൂസ് ചെയ്യുമ്പോഴേ നമുക്കിപ്പം നമ്മുടെ എല്ലാവരുടെയും ഒരു ഫേവററ്റ് കാണും. എന്നാലും ഈ ചെറിയ വ്യത്യാസങ്ങളുടെയൊക്കെ പേരിൽ ഉപേക്ഷിച്ച് കളഞ്ഞാൽ ഇത് എപ്പോഴും കിട്ടുന്ന സാധനമല്ല. അത്രയ്ക്ക് മേലെ ഇഷ്ടമുള്ളവർ ചെറിയ വ്യത്യാസങ്ങൾക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്തു. സ്റ്റോക്ക് തീർന്നെങ്കിൽ അതിനകത്ത് ഒരു തെറ്റും പറയാനില്ല. കാരണം ഒരു ചെറിയ ഡിസൈൻ്റെ ഇങ്ങനെ പോയേക്കുന്ന പൂ ഇങ്ങനെയാണ് പോയേക്കുന്നതെങ്കിൽ അതിനകത്തൊരു മോശം ഇതും വരികയില്ല. ഞാൻ മേടിപ്പിക്കാൻ വേണ്ടി പറയുന്നല്ല കേട്ടോ. ഞാൻ പറയുന്നത് അത്രയ്ക്ക് ഇത് ചോദിക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് പറയും. ഇത് ബ്ലൗസേ നിങ്ങൾ ടസറിൻ്റെ സാരി ഉടുത്തപ്പോലെ തന്നെയാണ് ഇത് ഉടുക്കുക. എനിക്കതിൻ്റെ ഇത്രയും ടസറുമായിട്ട് സാമ്യം തോന്നിയ ഒരു ഇത് ഞാൻ കണ്ടിട്ടില്ല. കണ്ടോ ആ ടസറിൻ്റെ അതേപടിയുള്ള ഇത് അത്രയ്ക്ക് നമ്മൾ പ്യുവർ ടസറെ ചെയ്ത് വെച്ചേക്കുന്ന പോലെ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ റേറ്റിൽ ഫുൾ ഹാൻഡ് വർക്കാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ബ്ലാക്കിൻ്റെ തന്നെ 4 വ്യത്യസ്തങ്ങളായ ഇതാണ് കാണിക്കുന്നത്. ഇത് കണ്ടോ? അടുത്തത് ബ്ലാക്ക്, വേറെ കളേഴ്സ് ഒന്നുമില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ളി. ഇത് ബോഡി ഉണ്ടോ? നല്ലല്ലേ? വൈറ്റ് ബ്ലൗസ് ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും അല്ലേ? വൈറ്റ് എന്ന് പറഞ്ഞാൽ പ്യുവർ വൈറ്റ് ആണോ ഇത്? പ്യുവർ വൈറ്റാ? ലോഫ് വൈറ്റ് അല്ലല്ലോ, പ്യുവർ വൈറ്റാ. നല്ല രസം. അതിനൊരു ഭയങ്കര ഭംഗിയൊന്നും ഓർത്തു. ഇത്രയും ഡീപ്പ് ബ്ലാക്കിൽ പ്യുവർ വൈറ്റിൻ്റെ കാന്താവർക്ക്. ഇനി ബ്ലാക്കിൻ്റെ മുമ്പേ കാണിച്ചതിനകത്ത് മഞ്ഞയും ഒക്കെ ആയിരുന്നു, കുറച്ചുകൂടെ മഞ്ഞയും പിങ്കും ഒക്കെ ആയിരുന്നു. ഇത്തേൽ വൈറ്റും പിങ്കും ഒക്കെയാണ് എടുത്ത് നിൽക്കുന്ന കളറ്. സിമെൻറ്റ് കളറൊന്നും എടുത്ത് വെച്ചില്ലേ? ഉണ്ടോ? കുറേ കളേഴ്സ് ഇതല്ലേ ഇരിക്കുന്നത്. കുറേ കളേഴ്സ് വന്നു. എല്ലാ കളേഴ്സും ഞാൻ ഇന്ന് കാണിക്കുന്നില്ല. കുറേ കളേഴ്സ് വന്നു. എല്ലാം കൂടെ ഇന്ന് കാണിച്ചാൽ ശരിയാകത്തില്ല. അതെന്നാന്ന് പറയട്ടെ, രണ്ടാമത് ഷോപ്പിലോട്ട് വിട്ടില്ലെങ്കിൽ ശരിയാകത്തില്ല. ഷോപ്പിൽ ഈ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് ആൾക്കാർ ഭയങ്കരമായിട്ട് പരാതി പറയുക, ഷോപ്പിലില്ല, ഇത് ഓൺലൈനിൽ കാണുന്ന. നമ്മുടെ നാട്ടുകാരെ നമ്മൾ പരിഗണിക്കാതിരിക്കാൻ ഒരിക്കലും പറ്റത്തില്ല, ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ എപ്പോഴും അവർക്കുള്ളത് ഇനി കരുതി അതെൻ്റെ ഒരു തെറ്റാണ്, എൻ്റെ ഒരു മിസ്റ്റേക്കാണ്. ഞാൻ ആദ്യം അങ്ങനെ തീർന്നു പോകും. ഇവിടുന്ന് ചോദിക്കുമ്പോൾ ഇല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന എടുത്ത് കൊടുക്കും. അതാണ് പ്രശ്നം. അപ്പോൾ ഞാനിത് കുറച്ച് ഷോപ്പിലോട്ട് എന്നാണേലും വിടണം. കാരണം വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് ഷോപ്പിൽ വന്ന് ചോദിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇല്ല. അപ്പോൾ അവരോട് പരാതിപ്പെടുവാന്നോ, നിങ്ങളെന്നാ ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നത് ഞങ്ങളൊക്കെ വേണ്ടേ എന്നൊക്കെ ചോദിക്കും. ഇല്ല കേട്ടോ, അതിപ്പം സ്വാഭാവികമായിട്ടും പറയുന്നതിന് തെറ്റില്ലല്ലോ. അത് ശരിയല്ലേ അല്ലേ? വീഡിയോയിൽ കൂടെ മാത്രം തൊട്ടടുത്തുള്ളവരെന്തിനാണ് വീഡിയോയിൽ കൂടെ മേടിക്കുന്നത്? ഇതിൻ്റെ ഡിസൈന് മഞ്ഞയുണ്ട്, പിങ്കുണ്ട്. ഡിസൈനിലുള്ള വ്യത്യാസം അല്ലേ, ത്രെഡിലല്ല. ഡിസൈനിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. ഇപ്പം ഈ പൂന്ന് പറയുന്നത് ഇതിനിപ്പം 3 ഇതള് ഇലയും, മറ്റേതിന് 5 ഇതളും ഇലയില്ലാതെയൊക്കെ ആയിരിക്കും. അത്രേ ഉള്ളൂ. അതിനകത്ത് ഒരു വലിയ കാര്യങ്ങളില്ല. കറുത്ത ബ്ലൗസ് തന്നെ ഇടുവാണേലും നല്ലതാണ്. ടസറിൻ്റെ ആ ഒരു മെറ്റീരിയലല്ലേ, സെമി ആണെങ്കിലേ ആ മെറ്റീരിയലിലാകുമ്പോൾ ബ്ലൗസ് അത് വരുമ്പോൾ നല്ലത് തന്നെയാണ്. പിന്നെ ഇടയ്ക്കിടുമ്പോൾ നമുക്ക് അതിൻ്റെ മഞ്ഞയൊക്കെ ബ്ലൗസ് ഉണ്ടെങ്കിൽ ഇടയ്ക്ക് അങ്ങനെ ഒരു ചേഞ്ചിന് അങ്ങനെയും ഇടാം. എന്നാണേലും ഡെയിലി യൂസിനോ ഫങ്ഷൻ വെയർ ആയിട്ടോ ഒക്കെ നല്ല ഫങ്ഷൻ വെയർ ആയിട്ട് നന്നായിട്ട് പറ്റും കേട്ടോ. നല്ലൊരു പേളുമാലയോ അങ്ങനത്തെ പേളുമാലയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. ഉണ്ടോ? ഇത് സിമെൻറ്റ് കളറ്, അതിൽ കൂടെ ഒരു പീച്ചും ഗ്രീനും കൂടെ കൂട്ടി ഒരു ഡിസൈൻ പോയിരിക്കുക. ബോഡി ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ
നമ്പർ അങ്ങനെയാണോ? സിമെൻറ്റും അടുത്ത് വെക്കാൻ പറ്റായിരുന്നു. ഇതൊരു ക്രീം ഷെയ്ഡ്. കണ്ടോ? ക്രീം ഷെയ്ഡ്. അതിൻ്റെ കൂടെ പിങ്ക്, ഗ്രീന്, ബ്ലാക്ക് എല്ലാം പോകുന്നുണ്ട് ഡിസൈൻ. ബോഡിക്ക് ഇങ്ങനെ ആ ടസറിൻ്റെ ഒരു ഗ്ലോയ്, ചെറിയ ഒരു ടസറിന് ഒരു കുഞ്ഞിക്ക ഗ്ലോയ് ഉണ്ടല്ലോ, അതും എല്ലാം ഉണ്ട്. ഇത് നമ്മുടെ സിമെൻറ്റ് കളറും വൈറ്റും മാത്രം. കണ്ടോ? വൈറ്റ് മാത്രം വരുന്ന നിറച്ചുള്ള ഡിസൈൻ. മുന്താണി എന്നൊക്കെയാണ് പറയാൻ പറ്റുന്നത്. മുന്താണി ആദ്യം കാണിച്ചത്. ഇത് ബോഡി. എല്ലാവരും മെസ്സേജൊക്കെ അയക്കണം. അയ്യോ, മെസ്സേജിൻ്റെ ആൾക്കാർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ മെസ്സേജിൻ്റെ ആൾക്കാർക്ക് അടിയിൽ ഇതിട്ടിട്ടുണ്ട് കേട്ടോ, കമൻറ്റിൻ്റെ അടിയിൽ പ്രൈസ് എന്നും പറഞ്ഞ്. അത് കിട്ടിയോ? കിട്ടിയില്ല ഞാൻ നാളെ പറയാതെ. നാളെ പറയുമോ? എൻ്റെ ദൈവം, ഞാനിങ്ങനെ പറയുന്നില്ല, ഞാൻ പറയാൻ മറന്നു പോകും. എല്ലാ ദിവസവും മറന്നു പോകും. അതെങ്ങനെയാ? ഓടിപ്പിടി കൊടുത്ത് വന്നല്ലേ വീഡിയോ എടുക്കുന്നേ. ഇങ്ങനെ നിന്ന് വീഡിയോ എടുക്കുന്നത്. ഇന്നിപ്പോൾ ഒരു വീഡിയോ ഒക്കെ നടക്കുള്ളൂ. നല്ല റോയൽ ബ്ലൂവേൽ. റോയൽ ബ്ലൂവേൽ ഇത് കണ്ടോ അല്ലേ? ഇത് കണ്ടോ? ടസറിൻ്റെ ഒന്നും ഇത് കണ്ടോ? ആ മെറ്റീരിയൽ വർക്കില്ലാതെ വരുമ്പോൾ ആ ടസറിൻ്റെ ഇത് കിട്ടുന്നുണ്ട്. ടസറിൻ്റെ ആ സെയിം അല്ലേ? ഇങ്ങനത്തെ ചുരിദാർ സെറ്റൊക്കെ ഇരിപ്പുണ്ട്. എന്നിട്ട് ബോഡി ഫുള്ള് വൈറ്റ്, വേറെ കളേഴ്സൊന്നുമില്ല. റോയൽ ബ്ലൂവും വൈറ്റും മാത്രം അവരുടേതായ ലോകത്ത് സുന്ദരനുമായിട്ടിരിക്കുക. സാരി ഇന്ന് ഇത്രയും കാണിക്കുന്നുള്ളൂ. ബെഡ്ഷീറ്റ് ഉള്ളതുകൊണ്ടേ, ബെഡ്ഷീറ്റ് മാത്രമാണ് സത്യത്തിൽ കാണിക്കേണ്ടത്. കാരണം ബെഡ്ഷീറ്റിൻ്റെ ഓർഡർ എടുക്കൽ വലിയൊരു, ബ്ലൗസിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ നല്ല ചടങ്ങുള്ള ഒരു പരിപാടിയാണ്. എന്നാലും ഒത്തിരി പേര് ക്രിസ്മസും ഒക്കെ ആയിക്കൊണ്ടൊക്കെ ബെഡ്ഷീറ്റ് തന്നെ കാണിക്കാത്തതെന്ന് പറഞ്ഞ് എനിക്ക് പേഴ്സണലി ഒക്കെ മെസ്സേജ് വരുന്നുണ്ടേ. അപ്പം ഞാനും ഓർത്ത് വന്നാൽ ഇപ്പോൾ ഒത്തിരി ആയില്ലേ കാണിച്ചേക്കാം. ന്യൂ ഇയർ വരുന്നുണ്ട് അല്ലേ, ഗസ്റ്റുകളൊക്കെ വരും, ആവശ്യങ്ങളൊക്കെ ഒത്തിരി വരും. പിന്നെ ഇത് നമ്മളെപ്പോഴും കാണിക്കുന്ന ആ ഒരു മെറ്റീരിയൽ തന്നെ പെട്ട ബെഡ്ഷീറ്റാണ്. ഇതിന് പറയുന്നത് സാറ്റിൻ കോട്ടൺ എന്നാണ്. സാറ്റിൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത്, സാറ്റിൻ എന്നുള്ള ആ മെറ്റീരിയൽ മനസ്സിലേക്ക് വരുമ്പോൾ അതിൻ്റെ സോഫ്റ്റ്നെസ് മാത്രമേ ഓർക്കാവുള്ളൂ. എന്നാന്ന് ചോദിച്ചാൽ സാറ്റിൻ ഇങ്ങനെ പളുപളാന്ന് ഒഴുകി പോകുന്ന ഒരു മെറ്റീരിയലാണല്ലോ, അതൊന്നുമില്ല. സാറ്റിൻ്റെ സോഫ്റ്റ്നെസ്, അതുകൊണ്ടാണ് ഇവിടെ സാറ്റിൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരുന്നത്. ബാക്കി പ്യുവർ കോട്ടണാണ്. ആ സാറ്റിൻ്റെ ഒരു സോഫ്റ്റ്നെസ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തോന്നുമ്പോൾ ഒന്ന് പിടിച്ച് നോക്കുമ്പോൾ ഒരു മിക്സിൻ്റെ ഫീല് തോന്നും. മിക്സ് ഒന്നുമല്ല ഇത്. ഞാനൊരു കാര്യം ഗ്യാരൻറ്റീഡായിട്ട് പറയാം. ഇങ്ങനെയാണോ? ഇത് ഫാമിലി അല്ലേ? അയ്യോ, ഇതാ അല്ല, അത് ഞാൻ കാണിക്കാം. ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് പറഞ്ഞോട്ടെ. ഇതില്ലേ ഒരു കാര്യം ഞാൻ ഗ്യാരൻറ്റീഡായിട്ട് പറയാം. ഇത് നിങ്ങൾ വിരിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും കംഫർട്ട്, ഞാൻ എൻ്റെ ഇത്രയും ജീവിതത്തിനിടയിൽ ഇത് വാങ്ങിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഇത്രയും സോഫ്റ്റായിട്ട് ഇത്രയും കംഫർട്ടോടെ കിടക്കാൻ പറ്റിയ ഒരു മെറ്റീരിയൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നമ്മളിപ്പോൾ ബ്രാൻഡഡ് ബോംബെ ഡൈങ്ങിൻ്റെ ഒക്കെ ബെഡ്ഷീറ്റ് വാങ്ങിക്കാറുണ്ട്. പക്ഷേ എനിക്ക് വെറുതെ പറയുന്നതല്ല, വാങ്ങിക്കാൻ വേണ്ടിയും പറയുന്നത്, സത്യമായിട്ടും പറയുന്നത്. പിന്നെ യൂസ് ചെയ്യാനാണെങ്കിലും നല്ല എളുപ്പമാണ്. ഇത് ഉണ്ടോ? അത്യാവശ്യത്തിന് കനമുണ്ട്, എടുത്ത് കഴുകാനോ പിടിക്കാനോ ഒന്നും ഒരു പാടില്ല. കല്ലിലൊക്കെ അലക്കലും എനിക്കറിയത്തില്ല അതിനെപ്പറ്റി. വാഷിംഗ് മെഷീനകത്തൊന്നും എടുത്ത് അലക്കാൻ ഭയങ്കര കനമല്ല. വിരിച്ചിട്ട് അവിടെ തന്നെ കിടക്കും. ഒരു എന്താ പറയുന്നത്, കിടന്നുറങ്ങാനാണെങ്കിൽ നല്ല സുഖം. പിന്നെ ഇതിനകത്ത് ഞാൻ കണ്ട ആകെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിപ്പോൾ നമ്മൾ റോളായിട്ട് വരുന്ന കട്ട് ചെയ്യുന്നതായതുകൊണ്ട് ഇങ്ങനെ അടിച്ചിട്ടില്ല. അങ്ങനത്തേത് നമ്മളൊന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ നൂലിച്ചിരി വെളിയിലേക്ക് വരും. അത് ഒരു പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് മടക്കി ഒന്ന് അടിച്ചു വിട്ടാൽ മതി. ഒരു സൈഡ് മാത്രം, ഇപ്പുറത്തെ സൈഡ് അങ്ങനെ വരത്തുമില്ല. ഈ രണ്ട് സൈഡ് വരത്തില്ല. കാരണം അവിടെ ഇങ്ങനെ നമ്മുടെ ഇവിടെയൊക്കെ തേരെന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ എന്നാ പറയുന്നത് എനിക്കറിയത്തില്ല, ഓരോ നാട്ടിലും എന്നാ പറയുന്നതെന്ന് അറിയത്തില്ല. ഇവിടെ തേരെന്ന് പറയും. അവിടെ ഒന്നും നൂലും വരത്തില്ല. ഏതോ ഒരാൾ ഒരിക്കലും എന്നോ ഒരു ബെഡ്ഷീറ്റ് കൊടുത്തപ്പോൾ ഇതിൻ്റെ നൂല് വലിഞ്ഞ് വരുവാന്നാണ് ഇതിനെ പറഞ്ഞു. പല നാട്ടിലും അങ്ങനെ ആയിരിക്കും. എനിക്ക് അത് ആ പറഞ്ഞ ആളുടെ അറിവുകേട് കൊണ്ടാണോ എനിക്കറിയത്തില്ല.
ഇത് തേരെന്ന് പറയുന്ന സാധനമാണ്. ഇത് നൂലിങ്ങനെ അവർ ഓർക്കുന്നത് ഇവിടുന്ന് നൂലിങ്ങനെ ഓരോ ഇഴ പോരുമെന്ന്. അങ്ങനെയൊന്നും പോരത്തില്ല. തുണിയെപ്പറ്റി അറിയാവുന്നവർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് അറിയാവുന്നവർക്കത് മനസ്സിലാവും. ആരും പറഞ്ഞില്ല, വേറൊരാൾ പോലും പറഞ്ഞില്ല. അവരെ കൺവിൻസ് ചെയ്യാൻ ഞാൻ കുറേ പാടുപെട്ടു. പറഞ്ഞിട്ട് അങ്ങ് അംഗീകരിക്കുന്നില്ല. ഇത് തുണി ഇങ്ങ് പോരുവാന്നാണ് പറയുന്നത്. പോരുവാന്നല്ല, ഭാവിയിൽ പോരും എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഒരു കംപ്ലയിൻറ്റും ബെഡ്ഷീറ്റിന് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഇങ്ങനെ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഞാൻ അത് തന്നെയാണ് ഞാൻ അത് മാത്രം ഇങ്ങനെ ഓർത്തിരിക്കുന്നു. ഒത്തിരി കംപ്ലയിൻറ്റ്സ് വന്ന് നമ്മളതൊന്നും ഓർക്കത്തില്ലല്ലോ. ഇതാണ് കളർ. ഇതിപ്പോൾ ഫാമിലി, ഇതിൻ്റെ ഫാമിലിയും ഡബിളും എന്നുള്ളത്. ഇതെന്ന് പറയുമ്പം ഡാർക്ക് വേണ്ടവർക്ക് ഇങ്ങനെ ഫുള്ളിങ്ങനെയാണ്, കണ്ടോ, ഫുള്ളിങ്ങനെയാണ്. ഇത് ലെങ്ത്ത്. ഇനി വിട്ട് കാണിക്കാം. ഫാമിലിയാണേ, ക്യൂൻ സൈസ് അല്ല, ഫാമിലി കോട്ട്. ഇതാണ് വിട്ട്, ഉണ്ടോ, ഫാമിലി കോട്ട് ബെഡിൽ വിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സെയിം തന്നെ പില്ലോ ഇല്ല. എടുത്തെടുത്ത് ഞാൻ പറയുകയാണ്, വിത്ത് പില്ലോ അല്ല, വിത്തൗട്ട് പില്ലോയാണ്. അതൊരു കംപ്ലയിൻ്റ് ആയിരുന്നു. ഞാൻ പില്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ എന്നിട്ട് പറഞ്ഞു ആ വീഡിയോയിൽ ഞാൻ പില്ലോ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ മേടിച്ച സാധനം ഞാൻ വെറുതെ തന്നേക്കാം, പൈസ തിരിച്ച് തന്നേക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല, അവർ കേട്ടതിൻ്റെ കുഴപ്പമാണ്. പില്ലോ ഇല്ല കേട്ടോ, പില്ലോ ഇല്ലാതാണ്. ഇത് എക്സ്പോർട്ട് ക്വാളിറ്റി മെറ്റീരിയലാണ്. എക്സ്പോർട്ട് ചെയ്യുന്ന ക്വാളിറ്റി, അത്രയും ഉള്ള ക്വാളിറ്റി മെറ്റീരിയലാണ്. അതുകൊണ്ടാണ് ഇത് അത്രയും ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കിട്ടുന്നത്. കിടക്കാനും ഉപയോഗിക്കാനും ഇതിൻ്റെ ഡ്യൂറബിലിറ്റിയും എല്ലാം നല്ലതാണ്. ഞാനിത് ഇത്ര ആധികാരികതയോടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഇതല്ലാത്ത ഒരു ബെഡ്ഷീറ്റ് ഇല്ല, ഈ മെറ്റീരിയലല്ലാത്ത ഒരു ബെഡ്ഷീറ്റ് ഇല്ല. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കും, ഡെയിലി എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതാണ് ഒരു കളറ്, ഒരു പീച്ചിൻ്റെ ഒരു ഷെയ്ഡ്. നമുക്ക് ലൈറ്റ് ഷെയ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ ലൈറ്റ് ഷെയ്ഡാണ്, ഡാർക്ക് ആണോ എന്ന് ചോദിച്ചാൽ ഡാർക്കുമാണ്. ഇങ്ങനത്തെ വേണേലും ഉപയോഗിക്കാം. ഇപ്പോൾ പിള്ളേരുടെയൊക്കെ ബെഡ്റൂമിലാണെങ്കിലും അങ്ങനത്തേതൊക്കെ നല്ലതാണ്. നമുക്ക് പിള്ളേരുടെ ബെഡ്റൂമിലൊക്കെ നമ്മൾ ഇച്ചിരി ലൈറ്റ് ഷെയ്ഡല്ലേ ഇടുള്ളൂ. അതെന്നാന്നറിയോ, എല്ലാവർക്കും അറിയാം, ലൈറ്റ് ഇടണം. പിള്ളേരുടെയൊക്കെ പിള്ളേർ കിടക്കുന്ന ബെഡിലൊക്കെ ലൈറ്റ് ഷെയ്ഡിന് എന്തെങ്കിലും പറ്റിയാലോ എന്തെങ്കിലും ഇതൊക്കെ അഴുക്കായാലോ ഒക്കെ നമ്മൾ പെട്ടെന്ന് കാണണം. അതിന് വേണ്ടിയിട്ട് ഇത് കണ്ടോ, അടുത്ത ബെഡ്ഷീറ്റ് ഇതാണേ. ഈ സംഭവം വരുന്നത് ഹെഡ് വരുന്നില്ലേ, ഹെഡും അല്ല, അങ്ങനല്ലേ, അതെ, സൈഡിൽ കൂടി സോറി ഈ സംഭവം വരുന്നില്ലേ, നമുക്കിങ്ങനെ ബെഡിൻ്റെ താഴേക്ക് ഇങ്ങനെ തുടിങ്ങി കിടക്കില്ലേ, വെളിയിലേക്ക് ഇടുമല്ലോ, ആ ഒരു ഭാഗത്ത് ഈ ഒരു ഇത് രണ്ട് സൈഡിലും, ബാക്കി ഫുള്ള് ഈ ഒരു ഡിസൈൻ കണ്ടോ, ഈ ഒരു ഡിസൈൻ. നല്ല സിമ്പിളാണെങ്കിലും പക്ഷെ ഒരു എലഗൻ്റായിട്ടുള്ള വിരിച്ചിട്ടാലും നല്ല ഭംഗിയാണ്, മുറിക്ക് നല്ലൊരു ലുക്കും കിട്ടും. അങ്ങനത്തെ ഒരു ചില കോട്ടൻ്റെയൊക്കെ ഇപ്പം ബെഡ്ഷീറ്റ് ആണെന്ന് പറഞ്ഞാൽ പോലും പല റേറ്റിൽ കിട്ടും അല്ലേ. അപ്പം മെറ്റീരിയലായിട്ട് ഭയങ്കര വ്യത്യാസം കാണും. ഈ ചുമ്മാ ഈ എന്താ പറയുക, നിറച്ചും പള്ളിയും പുള്ളിയും എന്താ പറയുന്നത്, ഈ ഞാൻ എൻ്റെ ഭാഷ പറഞ്ഞാൽ കടുവാവളി, എനിക്ക് അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ല. എനിക്കെപ്പോഴും ലൈറ്റ് കളേഴ്സാണ് ബെഡ്ഷീറ്റ് ഇഷ്ടം. നമുക്കതാണ് നല്ലത്. മുറിക്കൊക്കെ മുറിയുടെ പെയിൻ്റ് അടിക്കുന്ന കാര്യം പറഞ്ഞാൽ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റിനൊക്കെ ഉണ്ട് നമ്മുടെ മൂഡിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ ഇച്ചിരി ചെളിയൊക്കെ പറ്റും, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ അത് അങ്ങനത്തെ ഇച്ചിരി ഡാർക്ക് ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഗ്രേ ആണ് ഷെയ്ഡ്, ഗ്രേയെ കൂടെ വൈറ്റ് ബ്ലാക്ക്. എനിക്ക് റൂമിൽ ഇങ്ങനെ പച്ച, മഞ്ഞ, നീല അങ്ങനത്തെ കളറുകളൊന്നും അടിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. എനിക്ക് പ്യുവർ വൈറ്റ് ലൈറ്റ് ഷെയ്ഡ്സ് മാത്രമേ ഇഷ്ടമുള്ളൂ. എൻ്റെ ഇഷ്ടം വലിയ ഗെയിമാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, എൻ്റെ ഇഷ്ടം പറയുന്നേ ഉള്ളൂ. ഡ്രസ്സൊക്കെ നല്ല ഇതുകൊണ്ടില്ലേ, ഞാനിതിൻ്റെ ഇടയ്ക്ക് ചുരിദാറും കൊടുക്കുന്നുണ്ട്, ഞാൻ ഇട്ടുകൊണ്ട് വരുന്ന ചുരിദാർ എന്നെ മേടിക്കുക അല്ലേ. സ്വന്തമായിട്ട് എസ് പി ആണേ, എസ് പിക്ക് പനി പിടിച്ച് നിൽക്കുവാണേ. ഇനി വീഡിയോ എടുത്തിട്ട് കഴിയുമ്പോഴത്തേനും ബോഡി എല്ലാം കൂടെ ഒരു പോലെ. നിങ്ങൾ അവർക്ക് അപ്പം നോക്കിയാൽ ഈ പെണ്ണിന് ഇതേ ഉള്ളൂ എന്നല്ലേ. ഇല്ലടേ, ഇല്ലടേന്ന് ഇവരോടൊക്കെ പറയുന്ന പോലെ പറയൂ അങ്ങോട്ട് നിന്ന് കേട്ടോ, ഒന്നും ഓർക്കരുതേ എൻ്റെ പൊന്നേ. ഇത് ഒരു ലൈറ്റ് ആഷ് കളറ് അതിൽ ഇങ്ങനെയുള്ള ഡിസൈൻ. 350 450, ഇതിന് 400 അല്ലേ, അങ്ങനല്ലേ. വില എഴുതിയിട്ടേക്കും കേട്ടോ, മേളിൽ എഴുതിയിടുവേ. വില നമ്പർ സ്ക്രീൻഷോട്ട് നോക്കൂട്ടിയേ അല്ല, നമ്പരും വിലയും കൂട്ടിയേ സ്ക്രീൻഷോട്ട് എടുക്കാവുള്ളേ. ഇത് എന്നെ സുഖമെന്നറിയത്തെ കിടക്കാൻ. നമ്മൾ നല്ല ടയേർഡായിട്ടൊക്കെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ നല്ല വൃത്തിയായിട്ട് വിരിച്ചിട്ട് ഒരു ബെഡും അതിൽ നല്ല സോഫ്റ്റ്നെസ്സും ഒക്കെ കിട്ടുകയാണെങ്കിൽ തന്നെ നമ്മുടെ പകുതി ബുദ്ധിമുട്ട് അങ്ങ് മാറിക്കിട്ടും അല്ലേ.
അങ്ങനെയാണ് നമ്മൾ നല്ല ടയർഡ് ഒന്ന് കുളിച്ചിട്ട് അതിലോട്ട് വിശാലമായിട്ട് അങ്ങ് കടന്നു കഴിയുമ്പോൾ നല്ല ഓക്കെയാണ്. അതിന് ചെല്ലുമ്പോൾ ഒരുമാതിരി പരി വരാൻ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നതും പിന്നെ ഒരുമാതിരി ഈ കോട്ടൻ്റെ ഒക്കെ ഒരുമാതിരി സംഭവങ്ങളുണ്ട്. എനിക്ക് അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ല. ഞാൻ ആ സെക്കൻഡിൽ മാറും ബെഡ്ഷീറ്റ് അങ്ങനത്തെ വല്ലതും വിരിച്ചേക്കുന്നതെങ്കിൽ. ഇത് കണ്ടോ, ഇതൊരു ലൈറ്റ് ഷെയ്ഡ്, നല്ല വൃത്തിയുള്ള ഒരു കളറ്. ഒന്നും ഞാൻ വൃത്തിയുള്ളത് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് കേട്ടോ, നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്തോളുക. 5 ഡിസൈൻ അല്ലേ? ആദ്യമായിട്ട് 5 ഡിസൈൻ ഒന്നിച്ച് കാണിക്കുന്നത് നല്ല മേളമായിരിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞു 2 കാണിച്ചാൽ മതിയെന്ന്. 2 ഡിസൈൻ കാണിച്ചാൽ നമുക്ക് എളുപ്പമുണ്ട്. 2 നിന്ന് ചൂസ് ചെയ്താൽ മതിയല്ലോ. നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പാടില്ല, കസ്റ്റമേഴ്സിന് പാടില്ല, നമുക്കിത് വിദ്യയ്ക്ക് എപ്പോഴും ആവലാതി. ഞാനങ്ങനെ ആവലാതിയും പരാതിയും പറയത്തില്ല കേട്ടോ, സത്യമായിട്ടും അതെ. എനിക്കങ്ങനെ എപ്പോഴും ഈ ആവലാതിയും പരാതിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ കാണുന്ന എനിക്ക് ദേഷ്യം. ആവലാതി, പരാതി, കാര്യം മനസ്സിലാക്കാതെയുള്ള സംസാരം, കാട് കയറി ചിന്തിച്ച് പറയാൻ വരിക, ഇതെല്ലാം ഇപ്പോൾ കാണിച്ചേ. ഇതിൻ്റെ എല്ലാം ഡബിൾ, ഇത് നൂർത്ത് കാണിക്കണോ? വലിയ പൂർണ്ണത്തിന് കാണിക്കാം, അതുപോലെ എനിക്ക് ഇത് ഇവരോട് എന്തിനാ ഞാൻ വഴക്കുണ്ടാക്കുന്നതല്ലേ, അവരെടുത്ത് വെച്ചെന്നല്ലേ ഉള്ളൂ. ഇതാണ് ഡബിള്, കണ്ടോ? ഡബിളിൻ്റെ നീളം ഇത് സത്യം പറഞ്ഞാൽ ഡബിളിനെ കഴിഞ്ഞുണ്ടല്ലോ. ചെറിയ ബെഡ്ഷീറ്റ് സിംഗിളിലൊക്കെ വിരിച്ചിട്ട് വേണമെങ്കിൽ 2 പില്ലോ കവറും കൂടെ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു, അത്രയ്ക്കുള്ള വലിപ്പമുണ്ട്. ഇതാണ് ഡബിള് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിന് ഷിപ്പിംഗ് റേറ്റ് ഒരു പൊടിക്ക് കൂടുതൽ വരും. ഒരു ബെഡ്ഷീറ്റ് ആണെങ്കിൽ പോലും ഷിപ്പിംഗ് റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ പറയുന്നത് ഇതാണ്. അതിൻ്റെ ഇനി കാണിക്കണ്ടല്ലോ, അതിൻ്റെ തന്നെ 5 എല്ലാം ഇത് നൂർത്ത് കാണിക്കണോ? അതെത്രയല്ല സൈസ്, എന്നതാണോ കാണിക്കാം. ഇനി കാണിച്ച് അടങ്ങുമെന്ന് വെച്ചാൽ കാണിക്കും, അത്രയും മതി. അതെ, സിംഗിളും ഡബിളും തമ്മിൽ എന്തിനാ? സൈസ് കണ്ടാൽ പോരെ, ഡിസൈൻ ഞാൻ കാണിച്ചല്ലേ. അതെന്നാന്നറിയാം ഇവർ പറയുന്നേ, സ്ക്രീൻഷോട്ട് എടുക്കണ്ടേ, അതുകൊണ്ടാണ്. ശരി, എനിക്ക് ബുദ്ധിയൊക്കെ ഉണ്ടേ, ഇപ്പം ഇച്ചിരി നേരത്തേന് ബുദ്ധി ഇല്ലാതായി പോയതാ അല്ലേ. ഡബിൾ എടുക്കേണ്ടവർ പിന്നെ എവിടെ നോക്കി സ്ക്രീൻഷോട്ട് എടുക്കും. ശരി കേട്ടോ. അയ്യോ മന്തിപ്പ് വിദ്യ, ഞാൻ എന്നെ തന്നെ വിളിച്ചാട്ടോ. ചിലപ്പോൾ അങ്ങനെയൊക്കെ വിളിക്കണം. പൊന്നുമോളെ, ചക്കരെ, സുന്ദരി എന്ന് മാത്രം വിളിച്ചോ. ചളി ഇവരുടെ ആക്ഷനാ ചളി. വല്ലപ്പോഴും ഒരു ചളിയൊക്കെ അടിക്കണേ, എന്നാലേ ഒരു രസമുള്ളൂ. ഇവരോടാ കേട്ടോ ഈ എടേ പൊടേന്നൊക്കെ പറയുന്നേ. ഇത് ഡബിളിന് ഞാൻ പറഞ്ഞു വന്നതെന്നറിയോ, ഷിപ്പിംഗ് ചാർജ് ഇതിന് വെയിറ്റ് നോക്കിയിട്ടാണ് പോസ്റ്റ് ഓഫീസ് ആണെങ്കിലും DTDC ആണെങ്കിലും നമ്മളോട് ഷിപ്പിംഗ് ചാർജ് പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈയിടെ ഞാനൊരു മെസ്സേജ് വായിച്ചതാണേ. എല്ലാം പറഞ്ഞു പൈസ അടയ്ക്കാൻ വന്നപ്പം 50 രൂപ ഷിപ്പിംഗ് ചാർജ് എന്ന് പറഞ്ഞപ്പോൾ അവർ അയ്യോ എങ്കിൽ വേണ്ട, ഷിപ്പിംഗ് ചാർജ് മുതലാകത്തില്ല എന്ന് പറഞ്ഞ് അവർ വിട്ടിട്ട് പോയിരിക്കുന്നു. ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് അത് ചുമ്മാ പഴയ മെസ്സേജൊക്കെ എടുത്ത് നോക്കിയപ്പോഴേ, ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല, ഞാൻ പറയട്ടെ, ഈ ഷിപ്പിംഗ് ചാർജ് ഒരു സാധനം നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടുന്നില്ല. ഷിപ്പിംഗ് ചാർജ് ഇല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന വിലയ്ക്ക് 50 രൂപ കൂടുതൽ കൊടുക്കുന്നുണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഈ റിഡക്ഷൻ സെയിൽ എന്ന് പറയും, ഞാൻ ഉൾപ്പെടെ റിഡക്ഷൻ സെയിൽ അല്ലെങ്കിൽ ഓഫർ സെയിൽ എന്ന് പറയുന്നത് ചുമ്മാ തരുന്നതല്ലല്ലോ. എന്നാന്ന് പറഞ്ഞാൽ അത് വെറുതെ അവിടെ ഇരുന്ന് പോയാൽ നമുക്ക് നഷ്ടമാണ്. അതുകൊണ്ട് തരുന്നതാണ്, അല്ലാതെ ആരെയും സേവിക്കാൻ വേണ്ടി തരാം. നമുക്ക് വേണേൽ 50 രൂപ 100 രൂപ കൂട്ടിയിട്ടിട്ട് ഷിപ്പിംഗ് ചാർജ് ഫ്രീ എന്ന് പറയും. ഞാൻ മറ്റുള്ള ആരും ബ്ലെയിം ചെയ്ത് പറയുന്നതല്ല. ഷിപ്പിംഗ് ചാർജ് ഫ്രീ നമ്മളൊരു കടയിൽ പോയി സാധനം വാങ്ങിക്കണമെങ്കിൽ നമ്മൾ വണ്ടിക്കോ വള്ളത്തിനോ ഓട്ടോയ്ക്കോ ഇതിനൊക്കെ കയറിയല്ലേ പോകുന്നത്. അപ്പോൾ അതിന് കൊടുക്കുന്ന പൈസ അത്രേ ഉള്ളൂ, വണ്ടിക്കൂലി മാത്രമേ കൊടുക്കുന്നുള്ളൂ. അത് വീട്ടിൽ കൊണ്ടു തരുമ്പോൾ അതിന് നമുക്ക് ഫ്രീ ആയിട്ട്. ഇപ്പോൾ DTDCക്കാരുടെ ഒരു ബിസിനസ്സാണ്, പോസ്റ്റ് ഓഫീസിൻ്റെ പാഴ്സൽ സർവീസ് ഒരു ബിസിനസ്സാണ്, സൗജന്യമായിട്ട് ചെയ്യത്തില്ല. നമ്മളും ഒരു ബിസിനസ്സാണ്. അപ്പം നമ്മുടെ വീട് അതിന് കൊടുക്കുന്ന അങ്ങനെയൊന്ന് മാറ്റിയാൽ മതി. കുറ്റപ്പെടുത്തി പറഞ്ഞല്ലോ കേട്ടോ, അതിനകത്ത് ആരും മോശമായിട്ട് എടുക്കരുതേ. ഇവിടെയൊക്കെ ഒന്നും പറയാൻ പറ്റത്തില്ല, അതാ ഒരു പ്രശ്നം. അപ്പോൾ പറഞ്ഞു എന്നാന്ന് ചോദിച്ചാൽ ഇതിന് വെയിറ്റ് കൂടുതലാണല്ലോ, ബെഡ്ഷീറ്റ് അല്ലേ, വെയിറ്റ് കൂടുതൽ വരുന്നതനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് ഇച്ചിരി കൂടുതൽ വരും. ഒത്തിരിയൊക്കെ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ അടയ്ക്കുന്നതിനെ കഴിഞ്ഞ് ഒത്തിരിയൊക്കെ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതേ ബില്ല് പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ DTDC ഇഷ്യൂ ചെയ്ത അതേ ബില്ല് അയച്ചു തരും. ഞങ്ങൾ മേടിക്കുന്നതേ അല്ല, ഞങ്ങൾക്ക് അതിനകത്തുനിന്ന് 1 രൂപ പോലും വേണ്ട, 1 രൂപ പോലും വേണ്ട.
അവർ മേടിക്കുന്ന ആ പൈസയുടെ ബില്ല് അടച്ചു തരും, അപ്പോൾ അടച്ചാൽ മതി കൂടിപ്പോയെങ്കിൽ. അതേ ബില്ലാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഡബിൾ പറയാൻ കൂടി ചെയ്യണോ? ഡബിൾ അത് കേൾക്കാൻ പറ്റത്തില്ല വോയിസ്. എൻ്റെ വീഡിയോയുടെ അത്ര ഭാഗം കട്ട് ചെയ്തിട്ട് അയക്കണമായിരിക്കും. നീ മഹദീസ് അത് പറയുമായിരിക്കും. അയ്യോ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ കിടന്ന് ഭയങ്കര കത്തി വർത്താനമല്ല, എനിക്ക് കത്തിയാണല്ലോ, മൊത്തം കത്തിയാണ്, എനിക്കറിയാം. നീ അങ്ങ് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓവർ സംസാരം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇഷ്ടംപോലെ പഴി കേട്ടിട്ടുണ്ട്. പക്ഷെ അതിലും കൂടുതൽ സംസാരിക്കാത്തതെന്ന് പറഞ്ഞ് സംസാരിക്കാത്ത വിദ്യ ഇഷ്ടമില്ലെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പം ഞാൻ അത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ എടുക്കാറുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസമേ എന്തോ ഒരു പഴയത് ഒരു ദിവസത്തെ കഥ പറയാൻ പറ്റും, കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ നീ എന്ന് പറഞ്ഞുകൊണ്ട് വന്നേ. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്തായിപ്പോയി. ഈ സാധനങ്ങൾ എന്നെ അടുത്തെന്നറിയോ, അത് മുഴുവൻ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് എല്ലാവർക്കും മനസ്സിലാവും, കട്ട് ചെയ്തൊക്കെ നിന്നാൽ മനസ്സിലാത്ത രീതിക്ക് കട്ട് ചെയ്യണ്ടേ. എന്നിട്ട് വീഡിയോയുടെ പകുതി ഒരു ഹാഫ് പോർഷൻ കഴിയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിൻ്റെ കണ്ടിന്യൂവേഷൻ പറയുക, അത് കട്ട് ചെയ്തിട്ടുമില്ല. മിടുക്കരാണേ, ഭയങ്കര മിടുക്കര. എന്നിട്ട് എനിക്ക് തോന്നും നമ്മുടെ ശാലിനി എന്ന് പറയും, ചേച്ചി എന്ന് വിളിക്കാമോയെന്ന് എനിക്കറിയത്തില്ല, എന്നോട് ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട് ഫോൺ വിളിച്ചപ്പോൾ. ഒരു പ്രാവശ്യം ഞാൻ പുള്ളിക്കാരത്തി വിളിച്ചപ്പോൾ യാദൃശ്ചിയാണ് ഞാൻ ആ ഫോൺ എടുത്ത്. പുള്ളിക്കാരത്തി ആന്നാണ് എൻ്റെ ഓർമ്മ മറന്നുപോയി, എനിക്ക് പേരെല്ലാം പെട്ടെന്ന് മറന്നു പോകുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ പേരിൻ്റെ മറന്നു പോകുന്നതിനെ പറ്റിയുള്ള കാര്യം. ആ ചേച്ചി മെസ്സേജ് ഇട്ടേക്കുന്നു, എഡിറ്റിംഗ് ടീമിനെ കട്ട് ചെയ്ത് ക്രിസ്മസ് ട്രീക്ക് അങ്ങനെ എന്തോ. അയ്യോ ഞാൻ ചിരിച്ച് ഞാൻ ഇങ്ങനെ ആക്ഷൻ കാണിച്ചാച്ചിരിക്കുന്നത്, നിനക്കിട്ടൊക്കെ ഇങ്ങനെ കാണിച്ചു ഭയങ്കര ശരിയായിരുന്നു. അയ്യോ രസം, എനിക്കത് ഇഷ്ടപ്പെട്ടു പോയി. എന്നാ ചോദിച്ചാൽ ഇവർക്കല്ലെങ്കിലും ഒരു പണി ആവശ്യമാണ്, ഇടയ്ക്കിടയ്ക്ക് കൊടുത്തോട്ടോ. പാവം ചുമ്മാ അറിയുന്ന കേട്ടോ, ഞങ്ങൾ എല്ലാം തമാശയായിട്ട് പറയുന്ന കേട്ടോ. ഇവർ ഞാനും ഒക്കെ തവെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം ഒറ്റ ഫാമിലിയാണ്, അത്രേ ഉള്ളൂ, അതിനപ്പുറത്തോട്ടൊന്നുമില്ല കൂടുതൽ പറയാൻ. അപ്പം എൻ്റെ കത്തി കേട്ട് മടുത്തെങ്കിൽ ക്ഷമിക്കണം. ബുദ്ധിമുട്ടുള്ളവർ ഏറ്റവും ലാസ്റ്റാണ് പറയുന്നത്, ടിക് ടിക് ഏറ്റവും ലാസ്റ്റ് പറയുക. ഇനി നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോളാൻ, സ്കിപ്പ് ചെയ്ത് പൊക്കോട്ടെ. അടുത്ത വീഡിയോ തൊട്ട് ഞാൻ ചളി തുടങ്ങി എന്നൊക്കെ തോന്നുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിണ്ടണ്ടേ. പനിയൊക്കെ മറക്കാനുള്ള ഒരായത്, ഇനി ഇത് കഴിയുമ്പോൾ പറഞ്ഞ് വീട് പൊത്തി കിടക്കണം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഈ ബ്ലൗസ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ബ്ലൗസിൻ്റെ വീഡിയോ ഒന്ന് കാണിക്കാമെന്നാണ് പറഞ്ഞിരുന്നേ. ബ്ലൗസ് അണിയറയിൽ റെഡിയായി തീർന്നില്ല, അതുകൊണ്ട് വേറെ ദിവസത്തേക്ക് മാറ്റി വെച്ചതാണ്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു.